ഹലോ നമസ്തേ, കഫ്ലസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ പറയാം. റെഡി 1 2 3 ഹലോ നമസ്തേ, കഫ്ലസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കണെന്ന് പറഞ്ഞാൽ നോബഡിയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. കണ്ടു നോക്കാം. നോബഡി എന്ന് പറയുമ്പോൾ നമ്മുടെ JSPJ മ്യൂസിക്കാണ്, ഡയറക്ഷനാണ്, പൃഥ്വിരാജാണ് അഭിനയിക്കുന്നത്. കണ്ടു നോക്കാം അല്ലേ? ഓക്കെ. രാജു സമ്പാദിക്കാത്ത കുറച്ച് സ്വത്തുണ്ടല്ലേ, എല്ലാരും കൂടെ അധ്വാനിച്ചൊരു മുതല് സാറിന് സ്വന്തമായിട്ട് വീഴണമെന്ന് വിചാരിച്ചാ അത് കുറച്ച് കൂടുതലല്ലേ സാറേ? അതുകൊണ്ട് സാറിന് കിട്ടിയ മുതലിന്റെ പകുതി ഞാൻ ഈ പറഞ്ഞ രാജീവൻ ഇതാദ്യമായിട്ടല്ല വാർത്തകളിൽ നിറയുന്നത്. ഇതിനു മുന്നുള്ള സെക്യൂരിറ്റിനെ ലിഫ്റ്റിലിട്ട് താനിങ്ങനെ എന്ന് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ പോലീസുകാരെ പെട്ടുപോലും. കയ്യിലിരിപ്പ് പണ്ടേ കുറച്ച് മോശം. ക്യാഷോട്ട് കറങ്ങി തിരിച്ചടക്കാൻ പറ്റില്ല. ഇവിടെയൊക്കെ പൈസ വെക്കുന്ന സേഫ് ആണോ? ഞങ്ങൾ ചേസ് ചെയ്ത് 2 ദിവസമായിട്ട് പുറകെ നടക്കുക സാർ. ഓഫീസിലൊക്കെ പരാതിയില്ല, വീട്ടിൽ കയറാൻ വന്നു അവർക്ക് ഇച്ചിരി ടെൻഷൻ കൊടുത്താലും എനിക്കൊരു എല്ലാത്തിലും നൈസ് സാധനമായിരിക്കും കേട്ടോ. രാജീവനൊന്നും പറയാനില്ലേ സർ? അതിനി എന്താണെങ്കിലും ഞങ്ങൾക്കൊന്നും അറിയില്ല. അയാളോട് കൂടുതൽ അബദ്ധങ്ങളൊന്നും കാണിക്കാതെ സറണ്ടർ ചെയ്യാൻ പറഞ്ഞു. എന്നിട്ടെന്താ പപ്പയുടെ കൂടെ അടിപൊളി വന്നവരായാലും ഇപ്പം ജീവനോടില്ല. നൈസ്. 9 ജൂലൈ. പടം വിചാരിച്ച പോലെ അല്ല. എനിക്ക് മറ്റേ നമ്മുടെ ലക്കി ഭാസ്കർ തന്നെ സെയിം ഇത് തോന്നി. മിക്കവാറും അത് കണക്കൊക്കെ ആയിരിക്കും. ഭയങ്കര രസമാണല്ലോ ഇങ്ങനത്തെ പടം കണ്ടോണ്ടിരിക്കുക. ഇതിനകത്ത് മറ്റേ സത്യം തന്നെ ഇത് നേരത്തെ വന്നിട്ടുണ്ട്. ഒരു മോളിലോട് ഒരു ചെറിയ സ്റ്റോറി പറഞ്ഞു കൊടുക്കണ പോലെയാണ് ഈ കഥ പോയേക്കുന്നത്. അപ്പൊ അതൊക്കെ ആയിരിക്കും അതിന്റെ കാര്യങ്ങള്. പിന്നെ എന്തോ ബാങ്കിൽ എന്തോ വർക്ക് ചെയ്യണതാണ്. മിക്കവാറും സ്കാം നടന്നു കാണും. ഇങ്ങനത്തെ കുറെ നാളായില്ലേ പൃഥ്വിരാജ് ഒരു ക്യാരക്ടർ, ഒരു പുതിയ പരീക്ഷണം. നൈസായിരിക്കും എന്നാണ് എന്റെ. പിന്നെ സുപ്രിയ മേനോ പൃഥ്വിരാജ് പ്രൊഡക്ഷനാണ്, E4 എന്റർടൈൻമെന്റ്സ് ആണ് ചെയ്യുന്നത്. പിന്നെ പാർവതി തിരുവോത്ത് കുറച്ച് നാൾക്ക് നല്ലൊരു റോളിൽ വന്നേക്കാണ് മലയാളത്തില്. മിക്കവാറും അടിപൊളി പടം തന്നെ ആയിരിക്കും. പിന്നെ ഇതിനകത്ത് ഇങ്ങനത്തെ പടങ്ങൾ വരുമ്പോ നമ്മള് കുറച്ച് അല്ലേ കണ്ടോണ്ടിരിക്കുമ്പോ തന്നെ നമുക്ക് ഒരു ക്യൂരിയോസിറ്റിയാണ്. അടുത്ത് ഈ നമ്മുടെ JSPJ മാക്സിമം എലിവേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് മ്യൂസിക് വെച്ചിട്ട്. പിന്നെ പുള്ളി ഇപ്പൊ ഈ ഇടയായിട്ട് ഇൻഡസ്ട്രി തന്നെ പരിചയം ആ ഒരു നൈസ് ഇതിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിനകത്ത് പറയാൻ എന്തിനാണ്, പിന്നെ ഇതിനകത്ത് പുള്ളിയുടെ വേറെ ലുക്കാണല്ലേ, കുറച്ചുകൂടെ ഓർഡിനറി, തല്ലിപ്പൊളി അങ്ങനെ തോന്നുന്നു. പിന്നെ മോളോട് തന്നെ പറയണ മാസ് ഡയലോഗ്. അപ്പൊ അടി കിട്ടി അടി കിട്ടി അച്ഛനോട് അടി കൂടെ വന്നവരാരും ജീവനോടെ ഇല്ലെന്നുള്ള ആ നൈസ് കാര്യം. പിന്നെ മറ്റേ ആ തുടക്കത്തിലും പറയുന്നുണ്ട് കിട്ടിയതാണെങ്കിൽ തരാന്നുള്ള രീതിയിൽ. അപ്പം ഒരുപാട് കളവ് പറഞ്ഞ് ജീവിച്ച് പൈസ ഉണ്ടാക്കുന്ന ഒരാളെ പോലെ തോന്നുന്നു. അത് തന്നെ സാധാരണ ഒരു ഓർഡിനറി ലൈഫ്. അപ്പൊ പക്ഷെ അയാളുടെ ചിന്തകളും ഇതൊക്കെ ലാർജർ ദാൻ ഓർഡിനറി ലൈഫ് പോലെ തോന്നുന്നു. അപ്പൊ അതൊക്കെയാണ് ട്രെയിലറിന്റെ വിശേഷങ്ങൾ. അപ്പൊ ഇത്തരത്തിലുള്ള ട്രെയിലർ വിശേഷങ്ങളായും ചാനൽ സബ്സ്ക്രൈബ് വെച്ചു. പുതിയ ട്രെയിലർ വിശേഷങ്ങളുമായി കഫ്ലിക്സ് അൻറ്റിൽ ദെൻ ലൈൻ കട്ട്.